ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോൾ പോലും ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ പാരലൈസ്ഡ് ആണെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം പാരലൈസ് ടെമ്പററി ഉണ്ട്, പെർമനന്റും ഉണ്ട്. നമ്മൾ ആ രീതിയിലേ ചിന്തിച്ച് പോകത്തുള്ളൂ. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഓരോ ദിവസം ചെല്ലുന്തോറും ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അമ്മയെ വിളിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, അമ്മ നോക്കമ്മ കൈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കയ്യിൽ ചെറുതായിട്ട് തന്നെ കണ്ടു. പക്ഷെ അവർക്കറിയാം, അവർക്ക് ഇതിനോട് ഡോക്ടർ പറഞ്ഞ് മനസ്സിലായി. പക്ഷെ എൻ്റെ അടുത്ത് അത് അപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെയും ടെസ്റ്റും കാര്യങ്ങളും, ടെസ്റ്റ് മീൻസ് ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെ പോകുന്നതോറും ഡോക്ടറെ എനിക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് കേട്ടപ്പോൾ ഞാൻ ഒരു സമയത്ത് ഡോക്ടറിനോട് ഒരു കാര്യം പറഞ്ഞു, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുമാതിരി ശോകാവസ്ഥയായിരുന്നു. എല്ലാ കാര്യത്തിനും ഞാൻ ഇനി ഡിപ്പെൻഡ് ചെയ്യണമല്ലോ, ഇത്രയും നാളെ എൻ്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം, നിങ്ങൾ ആരും സഹായിക്കണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എള്ളപ്പള്ള അതിൻ്റെ വാല്യൂ അറിയത്തില്ല. നമ്മുടെ ഒടുക്കത്തെ അഹങ്കാരമായിരിക്കും കാണിക്കണത്. അത് നമുക്ക് ഏത് പാട്ടായാലും എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും എന്നുള്ള തീരുമാനം. പക്ഷെ അത് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശരിക്കും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. അത് എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഫുഡ് കഴിച്ച് ലെഫ്റ്റ് ഹാൻഡ് വെച്ച്, ഞാൻ ലെഫ്റ്റ് ഹാൻഡർ അല്ല ഫസ്റ്റ് തിങ്. ഫുഡ് കഴിച്ച് എനിക്ക് ശീലമില്ല. പിന്നെ എനിക്ക് ഞാൻ റൈറ്റ് ഹാൻഡറാണ്, വർക്ക് ചെയ്ത് എനിക്ക് ശീലമില്ല ലെഫ്റ്റ് ഹാൻഡിലേക്ക് വെച്ചിട്ട്. പിന്നെ എന്താ പറയുക, എനിക്കിപ്പോൾ ചില സമയത്ത് എനിക്ക് ലൈക്ക് എനിക്ക് ഓരോ സമയത്ത് ഇങ്ങനെ മൂടി തുറക്കുക, ഇപ്പം ബോട്ടിലൊക്കെ തുറക്കുക, അല്ലെങ്കിൽ ഫുട്പാത്തിൽ തുറക്കുക. ഇപ്പം എനിക്ക് വളരെ പേഴ്സണലായിട്ടുള്ള എനിക്ക് സംബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് പീരിയഡ്സിൻ്റെ ടൈമിൽ പോലും സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് എനിക്ക് ഈ കൈക്കും സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കൈയും കെട്ടി വെച്ചിട്ടുണ്ട്, ഈ കയ്യിൽ വൂണ്ട് തുടങ്ങിയിട്ടില്ല, ഈ കൈ സർജറി കഴിഞ്ഞിരിക്കുക. അപ്പം ആ ഒരു 2 months എങ്ങാണ്ടും എനിക്ക് അമ്മയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഓരോ പ്രാവശ്യം എനിക്ക് ചേഞ്ച് ചെയ്യണം. അപ്പം ഞാൻ കൂടുതലും പാഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ചോദ്യം വരും. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ നിന്നാണ് പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞേക്കുന്നത്. കൈ ഓപ്പൺ ആയതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുൾ എനിക്ക് കെട്ടി വെച്ചേക്കുക. അപ്പം ഞാൻ കൂടുതലും കപ്പ് ആണ് യൂസ് ചെയ്യണത്. അപ്പം എനിക്കതാണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്തു. പക്ഷെ ഓരോ പ്രാവശ്യം എനിക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അമ്മയുടെ ഒരു ഹെൽപ്പ് വേണ്ടി വരും. അമ്മ അവിടെ നിന്ന് ഓടി വരും. അമ്മയ്ക്കും ഷോപ്പുണ്ട്. നമ്മളത്രയും ഇതല്ലല്ലോ, നമ്മളെ അന്നേക്കുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് സഡൻ ഒരു ആക്സിഡൻറ്റും സിസ്റ്റർ പോകാൻ നിന്ന ടൈം ഒരുമിച്ച്. അപ്പം വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് ബേർഡനായി പോയിട്ടുണ്ട് ആ ഒരു ടൈമിൽ. അപ്പോൾ അമ്മ ഓടി വരും, അമ്മ ചേഞ്ച് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വര ഇതോടെ എൻ്റെ ജീവിതം വെറുത്ത് ഞാൻ. ലൈക്ക് ഈ ഒരു ഡിപ്പെൻഡ് ചെയ്യണ ആ ഒരു ഉദ്ദേശത്തോടെ അല്ല, പക്ഷെ ഇൻ ഫ്യൂച്ചർ ഞാനിങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമോ, ഞാൻ ഒരേ കാര്യത്തിന് ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇപ്പോഴും കാര്യങ്ങൾ നോക്കുന്നത് ആരാണ്? ഇപ്പോഴും അമ്മ തന്നെ. കാരണം വെച്ചാൽ എനിക്ക് പറ്റത്തില്ല ചില കാര്യങ്ങൾ. എനിക്ക് മുടി കെട്ടാൻ പറ്റത്തില്ല, പിന്നെ ചില ഡ്രസ്സുകളൊന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ എന്ന് വെച്ചാൽ കൈ പൊങ്ങത്തില്ല ഫസ്റ്റ് തിങ്. പിന്നെ നമ്മൾ ഇടുമ്പോഴായാലും ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ എല്ലാ കാര്യത്തിലും അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്. ഇപ്പൊ സിസ്റ്റർ ഇല്ല, സിസ്റ്റർ പുറത്താണ്. അപ്പൊ അവളുണ്ടായിരുന്നപ്പോൾ അവളുണ്ടായിരുന്ന കൂടെ അങ്ങനെ. പിന്നെ ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യണം നല്ല രീതിയിൽ ചിന്തിക്കറിയാം. എന്തായാലും ഒരു സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, സൂയിസൈഡ് ചെയ്താലും തോന്നിയിട്ടുണ്ട്, എൻ്റെ റൈറ്റ് ഹാൻഡ് പോയില്ലേ, കട്ട് ചെയ്തേ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് ഇനിയും ജീവിക്കണം, പലർക്കും എക്സാമ്പിൾ ആവണം എന്ന് തോന്നിയത് എപ്പോഴാണ്? ആർക്കും എക്സാമ്പിൾ ആവണമെന്ന് ഞാൻ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് എൻ്റെ കാര്യം സ്വന്തമായിട്ട് നോക്കണം. കാരണം വെച്ചാൽ ആരെയും ആശ്രയിക്കേണ്ട, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ വീട്ടുകാർ ഓൾറെഡി ഇത്രയും ക്യാഷ് എനിക്ക് വേണ്ടി മുടക്കിയിരിക്കുകയാണ്. ഇനി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ വല്ല പണ്ടത്തിലും കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ കലടച്ച് വെള്ളം കളയാന്നുള്ളൊരു സിറ്റുവേഷൻ പോലെ വരും എന്നുള്ള സംഭവം. പിന്നെ മീൻസ് അവൻ്റെ മുമ്പിലും എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു തോട്ടും ഓൾറെഡി ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് പോയിട്ടുണ്ട് കേട്ടോ ചേച്ചി ഡിപ്രഷൻ എന്താ സംഭവം എന്ന്. എനിക്കറിയുന്ന ഡിപ്രഷൻ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഹാപ്പി ആയിരിക്കും. പലരും വരുമ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് കളിച്ചിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് റൂമിൽ കയറി ഞാൻ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാ കരയണേന്ന് എനിക്ക് റീസൺ അറിയാൻ പാടില്ല. ചുമ്മാ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും.
ലൈക്ക് ബ്ലാക്ക് ഔട്ട് ആവില്ല നമ്മൾ ചെയ്യണത് ഒരുമാതിരി റോബോട്ടിക്കാ. എനിക്ക് എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ലൈക്ക് ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ കരയും, പക്ഷെ അപ്പയുടെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ കരയത്തില്ല. ഞാൻ അവരുടെ മുമ്പിൽ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും നിൽക്കണത്. ഓക്കെയാണ് ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നീ ഓക്കെ ഞാൻ ഓക്കെയാണ്, പക്ഷെ നമുക്കറിയാമല്ലോ നമുക്ക് പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ പോലെ.